ഹൈ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്നലെ മുതൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണല്ലോ സിനിമാ മേഖലയിലെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ. ഇന്ന് മലയാളത്തിലിറങ്ങിയ എല്ലാ അച്ചടി മാധ്യമങ്ങളും ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളും ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തൊഴിൽ മേഖലയിലെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ സ്കൂൾ തലം മുതൽ പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടി ആ രംഗത്ത് ഉയർന്നു വന്ന് കൂടുതൽ ഉയരങ്ങളിൽ തൻ്റെ കലാപരമായ കഴിവുകൾ തെളിയിച്ച് മുന്നേറുമ്പോൾ ആ കലാകാരൻ്റെ ആഗ്രഹമാവും സിനിമ പിന്നണി ഗായകനാവുക, സിനിമയിലൊന്ന് പാടുക എന്നത്. അതിനുവേണ്ടി അയാൾ പരിശ്രമിക്കുകയും ചിലർക്കൊക്കെ ആ ഉയരങ്ങളിൽ എത്തിപ്പെടുവാൻ സാധിക്കുന്നു. ഒരു സിനിമയിലെങ്കിലും പാടാൻ കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റമാണ് സൃഷ്ടിക്കുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്രയും ഉയർന്ന ഒരു കലാരംഗം തന്നെയാണ് സിനിമാ ലോകം എന്നത്. ലക്ഷക്കണക്കിന് തൊഴിലവസരവും സൃഷ്ടിക്കുന്ന മേഖലയാണ്. ദിവസവേതനക്കാർ മുതൽ വലിയ പ്രതിഫലം വാങ്ങുന്നവർ വരെ സിനിമാ ലോകത്തുണ്ട്. അത് അവരവരുടെ കലാപരമായ കഴിവിനനുസരിച്ച് ലഭിക്കുന്നതാണ്. അതിലൊന്നും തുല്യത കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതേയുള്ളൂ. ബാലതാരങ്ങൾ ഒഴിച്ച് ഒരു വിധപ്പെട്ട ആളുകൾ വളരെ പക്വത എത്തിയതിന് ശേഷം എത്തപ്പെടുന്ന ഒരു മേഖലയാണ് സിനിമ. നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ തലം മുതൽ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച്, കലാവാസനക്കനുസരിച്ച് സിനിമാ ലോകത്തെത്തുമ്പോഴേക്കും പക്വതയുള്ള ഒരു കലാകാരനായിട്ടുണ്ടാവും. നമ്മുടെ സഹോദരിമാർ നേരിടുന്ന പ്രയാസങ്ങളാണ് അതിൽ കൂടുതലും. ഇതിന് സർക്കാർ തലത്തിൽ വ്യക്തമായ പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും സിനിമാ മേഖലയിലെ മുഴുവൻ സംഘടനാ പ്രതിനിധികളെയും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ ആളുകളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി സർക്കാരിൻ്റെ അധീനയിൽ രൂപപ്പെടുത്തി ആ റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിക്കുകയും അതിനു വേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ രൂപീകരിക്കുകയും അവ നടപ്പാക്കുകയുമാണ് ഇനി ചെയ്യാൻ ഉള്ളത്. സിനിമാ മേഖലയിലെ വിദഗ്ധരും സർക്കാർ പ്രതിനിധികളും സംഘടനാ ഭാരവാഹികളും ഒന്നിച്ച് ചർച്ച ചെയ്ത് ഇനി അങ്ങോട്ട് പുതിയ നയരൂപീകരണം നടത്തുന്നതാവും ഉചിതം. കൂട്ടായ ചർച്ചയിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. എത്രയും വേഗം അത്തരം കമ്മിറ്റികൾ രൂപീകരിച്ച് വിഷയം വളരെ ആഴത്തിൽ പഠിച്ച് പരിഹാരവും നിർദ്ദേശിക്കുന്നതാവും ഉചിതം. വിഷയം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും താല്പര്യപ്പെടുകയാണ്. നിർത്തുന്നു.